കെ.പി.സി.സി പ്രസിഡന്റ് നിയമനത്തിൽ തുറന്നടിച്ച മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉടൻ പ്രസിഡന്റിനെ നിയമിക്കണമെന്നും കഴിഞ്ഞ 3 മാസം കോൺഗ്രസ് നിശ്ചലമെന്നും മുല്ലപ്പള്ളി പറയുന്നു. ഒരാൾക്ക് ഒരു പദവി നടപ്പിലാക്കണമെന്നും മുല്ലപ്പള്ളി. കെ.പി.സി.സി അധ്യക്ഷനെ എത്രയും പെട്ടെന്ന് നിയമിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം 101 ദിവസമായി ഗവൺമെൻറ് അധികാരം ഏറ്റെടുത്തിട്ട് ഈ കഴിഞ്ഞ ഏതാണ്ട് 3 മാസക്കാലമായി കേരളത്തിലെ കോൺഗ്രസ് ഏറെക്കുറെ നിശ്ചലമായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ട് ഒരു പ്രസിഡന്റിന് വേണം. ഒരു മുഴുവൻ സമയ പ്രസിഡന്റാണ് വേണ്ടത്. ഞാൻ ഇവിടെ വെച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു അഡ്വോക്ക് പ്രസിഡന്റ് അല്ല വേണ്ടത്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി കാര്യം ഗൗരവത്തോടുകൂടി പരിഗണിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചേതൻ കോഴിക്കോട് എന്ന വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. ചേതൻ, ഈ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ വലിയ തർക്കങ്ങൾ, ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യമാണല്ലോ. ഈ ഘട്ടത്തിലാണോ മുല്ലപ്പള്ളി തുറന്നു പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ 3 മാസമായി കോൺഗ്രസ് എന്ന സംഘടന പൂർണ്ണമായും നിശ്ചലമാണ് എന്ന് പഴിക്കുകയാണോ മുല്ലപ്പള്ളി? എത്രയും വേഗം അധ്യക്ഷനെ നിയമിക്കണം എന്നതാണോ ആവശ്യം? അതെ മനു, അങ്ങനെ തന്നെ വേണം വിലയിരുത്തുവാൻ. കാരണം വലിയൊരു പ്രതികരണമാണ് മുൻ കെ.പി.സി.സി പ്രസിഡന്റായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അദ്ദേഹം തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 3 മാസത്തോളമായി കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം കെ.പി.സി.സി പൂർണ്ണമായും നിശ്ചലാവസ്ഥയിലായ കാര്യമാണ് പ്രധാനമായും എടുത്തു പറയുന്നത്. ഇപ്പോഴത്തെ പ്രസിഡന്റായ സണ്ണി ജോസഫ്, അദ്ദേഹം മന്ത്രിയാണ്. അപ്പോൾ മന്ത്രി പദവി കൂടിയുണ്ട്, 2 ഇരട്ട പദവിയാണ്. അത് മാത്രമല്ല ജോലി ബാഹുല്യമുണ്ട്. സണ്ണി ജോസഫ് തന്നെ നേരത്തെ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ തന്നെ ഈ കെ.പി.സി.സി പ്രസിഡന്റിൽ നിന്ന് സ്ഥാനത്ത് നിന്ന് മാറ്റി പുതിയ ഒരാളെ നിയമിക്കണമെന്ന്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും സാമുദായിക പല വിഷയങ്ങൾ കാരണം പുതിയ ഒരു കെ.പി.സി.സി പ്രസിഡന്റിനെ, മുഴുവൻ സമയ കെ.പി.സി.സി പ്രസിഡന്റിനെ കണ്ടെത്താൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം എന്ന കാര്യമാണ് ഇന്ന് മുല്ലപ്പള്ളി പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. പല കാരണങ്ങളുണ്ട് മനു. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലരും ഈ കെ.പി.സി.സി പ്രസിഡന്റ് പദവി ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഈ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഈ ചർച്ചകൾക്കിടയിൽ മുല്ലപ്പള്ളിയുടെ പേര് പറഞ്ഞു കേട്ടിരുന്നു മുതിർന്ന നേതാവെന്ന നിലയിൽ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കൂടിയുണ്ട് മുല്ലപ്പള്ളിയുടെ പ്രസ്താവന വരുമ്പോൾ. തീർച്ചയായും അതും കൂടി കാണേണ്ടതുണ്ട്. മുല്ലപ്പള്ളി അങ്ങനെ ധാരാളം പേർ, ഞാൻ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് പറഞ്ഞത്. അങ്ങനെ നിരവധി പേർ യുവാക്കൾ കെ.പി.സി.സി പ്രസിഡന്റ് ആക്കണമെന്ന് പറഞ്ഞ് ഷാഫി പറമ്പിലിന് വേണ്ടി വാദിക്കുന്നവരുണ്ട്. അങ്ങനെ ഈ മനു സൂചിപ്പിച്ച പോലെ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരുപക്ഷെ മുൻപ് കെ സുധാകരൻ തന്നെ വീണ്ടും വരാനുള്ള സാധ്യത. അങ്ങനെ എല്ലാവർക്കും ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, അതായത് ഈ കെ.പി.സി.സി പ്രസിഡന്റിനെ എത്രയും പെട്ടെന്ന് നിയമിക്കണം. അതായത് ഉടനെ തന്നെ AICC ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് പുതിയൊരു കെ.പി.സി.സി പ്രസിഡന്റിനെ കണ്ടെത്തണമെന്നാണ് മുല്ലപ്പള്ളി പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം. അതായത് ഒരുപക്ഷെ മനു സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹത്തിനും ഒരുപക്ഷെ താല്പര്യം ഉണ്ടാവും. ഈ സണ്ണി ജോസഫ് തന്നോടും മുല്ലപ്പള്ളിയോടും നിരവധി തവണ പറഞ്ഞിട്ടുണ്ട് ഈ കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തന്നെ ഒഴിവാക്കാൻ വേണ്ടി ഈ AICC നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ടെന്ന് സണ്ണി ജോസഫും വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായി. മാധ്യമങ്ങളോടും സണ്ണി ജോസഫ് നിരവധി തവണ തന്നെ ഈ കെ.പി.സി.സി പ്രസിഡന്റ് കാണേണ്ടത് വൺ മാൻ വൺ പോസ്റ്റ്, അതായത് ഒരാൾക്ക് ഒരു പദവി നടപ്പിലാക്കണമെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. മുല്ലപ്പള്ളി അത് അങ്ങനെ പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താന്റെ ആഗ്രഹത്തിനെതിരാണ്, കൊടിക്കുന്നിലിന്റെ ആഗ്രഹത്തിനെതിരാണ്, അതുപോലെ തന്നെ ഈ പറയുന്ന ഷാഫി പറമ്പിലിന്റെ താല്പര്യങ്ങൾക്കെതിരാണ്. കാരണം ഇവരൊക്കെ MP പദവി വഹിക്കുന്ന ആൾക്കാർ കൂടിയാണ്. ഒരാൾക്ക് ഒരു പദവി എന്നത് നിർബന്ധമാക്കണമെന്ന് മുല്ലപ്പള്ളി പറയുമ്പോൾ ഈ പറയുന്ന കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനം സ്വപ്നം കാണുന്ന പലർക്കുമെതിരായ വാക്കുകൾ കൂടിയാണത്. അതെ, ഈ പഴഞ്ചൊല്ല് പറഞ്ഞാൽ ഈ വളഞ്ഞ മൂക്ക് പിടിക്കുക, അതാണ് മനു സൂചിപ്പിച്ച പോലെ തന്നെ പറയാതെ തന്നെ പറയുകയാണ്. അതായത് ഈ MP സ്ഥാനവും MLA സ്ഥാനവും ഇല്ലാത്ത കോൺഗ്രസ് നേതാക്കൾ വളരെ ചുരുക്കമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിൽ ഒന്നാമതായി പേര് വരിക ഒരുപക്ഷെ മുല്ലപ്പള്ളി രാമചന്ദ്രനായിരിക്കും. അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഒരു വസ്തുത എന്നത്. അത് പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, അതായത് മിടുക്കന്മാർ ധാരാളമുണ്ടല്ലോ, ഇങ്ങനെ തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത്. മിടുക്കന്മാർ ധാരാളമുണ്ടല്ലോ, എന്തിന് ഈ MLA MP അങ്ങനെ പറയാതെ, അതായത് ഇരട്ട പദവിയുള്ളവരെ ആവശ്യമില്ല, അല്ലാതെ തന്നെ ഇഷ്ടം പോലെ മിടുക്കന്മാരുണ്ടല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അങ്ങനെ നോക്കുമ്പോൾ മനു ഈ ഒരുപക്ഷെ സീനിയോറിറ്റി നോക്കുമ്പോൾ ഒരുപക്ഷെ വീണ്ടും മുല്ലപ്പള്ളി രാമചന്ദ്രന് നറുക്ക് വീണേക്കാം എന്ന് അദ്ദേഹം മനസ്സിൽ ഒരുപക്ഷെ കാണുന്നുണ്ടാവും. അതായിരിക്കും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഇന്ന് പുറത്തു വന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ മനു. ശരി, ഏതായാലും അപ്പോൾ അങ്ങനെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഒരാൾക്ക് ഒരു പദവി അത് മസ്റ്റായിട്ട് നടപ്പിലാക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് മാത്രമല്ല
മുഴുവൻ സമയ പ്രസിഡന്റ് വേണം, എത്രയും വേഗം തീരുമാനം വേണം. കഴിഞ്ഞ 3 മാസമായി സംഘടന നിശ്ചലമാണ് എന്നാണ് മുല്ലപ്പള്ളി പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ ഒരാൾക്ക് ഒരു പദവി നടപ്പിലാക്കണമെന്ന് നിർബന്ധിക്കുമ്പോൾ സ്വാഭാവികമായും MP പദവിയിൽ ഇരുന്നു കൊണ്ട് KPCC അധ്യക്ഷ സ്ഥാനം സ്വപ്നം കാണുന്ന പലരുടെയും വഴിമുടക്കാൻ വേണ്ടിയാണ് മുല്ലപ്പള്ളി വന്നിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. അടൂർ പ്രകാശുണ്ട്, രാജ്മോഹൻ ഉണ്ണിത്താനുണ്ട്, ഷാഫി പറമ്പിലുണ്ട്, കൊടിക്കുന്നിൽ സുരേഷുണ്ട്. ഇവരൊക്കെ MP സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് തന്നെ KPCC അധ്യക്ഷ പദവി സ്വപ്നം കാണുന്ന ആളുകൾ കൂടിയാണ്. വിവരങ്ങളാണ് ചേർന്ന് നൽകിയത്.